أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم يلقى إبراهيم أباه آزر يوم القيامة وعلى وجه آزر قطرة وغبرة فيقول له إبراهيم ألم أقل لك لا تعصني فيقول إبراهيم فاليوم لا أعصيك فيقول إبراهيم يا رب إنك وعدتني ألا تخزني يوم يبعثون فأي خزي نخزى من أبي الأبعد فيقول الله تعالى إني حرمت الجنة على الكافرين ثم يقال يا إبراهيم ما تحت رجليك فينظر فإذا هو بذيخ ملتطخ فيؤخذ بقوائمه فيلقى في النار. സ്നേഹധന്യരായ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവരുടെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള ചില ഏടുകളാണ് നാം വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആൻ പല അധ്യായങ്ങളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് വിശദമായി തന്നെ നമുക്ക് ഓതി തരുന്നുണ്ട്. ഖുർആനിൻ്റെ 26-ാം അധ്യായം സൂറത്ത് ശുആറയിലെ 69 മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏതാനും ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദമായി നമുക്ക് പറഞ്ഞു തരികയാണ്. വചലു അലൈഹിം നബഅ ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, നബിയെ, ഇബ്രാഹിമിന്റെ വൃത്താന്തം അവർക്ക് നീ വായിച്ചു കേൾപ്പിക്കുക. ഇദ് ഖാല ലി അബീഹി വ ഖൗമിഹി മാ തഅബുദൂൻ. അദ്ദേഹം ചോദിച്ച സന്ദർഭം, പറഞ്ഞ സന്ദർഭം, തൻ്റെ പിതാവിനോടും അതുപോലെ തന്നെ തൻ്റെ ജനതയോടും അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? പാലു, ആ ജനങ്ങൾ നൽകിയ മറുപടി നഅബുദു അസ്നാമ, ഞങ്ങൾ ചില വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്. മാത്രവുമല്ല അവയുടെ മുന്നിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഭജനമിരിക്കുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിക്കുകയാണ്, ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ. നിങ്ങൾ അവയെ വിളിച്ചാൽ, അവയോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുആ കേൾക്കാൻ ഈ വിഗ്രഹങ്ങൾക്ക് സാധിക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ. അതല്ലെങ്കിൽ നിങ്ങൾ ഭജനമിരിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരം കൊണ്ടുവന്ന് തരാൻ, അതല്ലെങ്കിൽ ഉപദ്രവം നീക്കിത്തരാൻ ഈ വിഗ്രഹങ്ങൾക്ക് കഴിയുമോ? ഖാലു, ആ ജനങ്ങൾ മറുപടി പറയുകയാണ്, ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫഅലു. ഞങ്ങൾ ഇതിനെ ആരാധിക്കുന്നത് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്
മുശ്രിക്കീങ്ങളായ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്ന, അല്ലാഹുവിനെ അംഗീകരിച്ച, അല്ലാഹുവാണ് ഖാലിഖ്, അല്ലാഹുവാണ് റാസിഖ്, അല്ലാഹുവാണ് മുദബ്ബിർ എന്ന് അംഗീകരിച്ച മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്താനായി അവർ പറഞ്ഞ ഒരു ന്യായം, അവരുടെ ഒരു വാദം എന്തായിരുന്നു? വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅന. ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ ചെയ്തു വരുന്നതായി ഞങ്ങൾ കണ്ട കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ വാപ്പമാർ, ഞങ്ങളുടെ വല്ലുപ്പമാർ, ഞങ്ങളുടെ കാക്കക്കാരനവരായ ആളുകൾ എന്താണോ ചെയ്തു വന്നത് ആ മാർഗത്തിലൂടെ മാത്രമേ ഞങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ എന്നാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത്. ആ വർത്തമാനം തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയും പറഞ്ഞത്. ഖാലൂ ബൽ വജദ്നാ ആബാഅന കദാലിക യഫ്അലൂൻ. ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ഇപ്രകാരം പ്രവർത്തിച്ചതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി ഇന്നത്തെ സമൂഹത്തിലേക്ക് നാം വന്നാൽ ജാറത്തിൽ പോകുന്ന, അവിടെ പോയി നേർച്ചയാക്കുന്ന, അവിടെ പോയി ഭജനമിരിക്കുന്ന, അവിടെ പോയി സങ്കടം പറയുന്ന, അവിടുത്തെ നേർച്ചപ്പെട്ടിയിൽ പണമെറിയുന്ന ആളുകൾക്ക് പറയാനുള്ള ഒരു ന്യായവും ഇതേ ന്യായം തന്നെയാണ്, ഇതേ വാദം തന്നെയാണ്. എന്തിനാണ് നിങ്ങൾ അവിടെ പോകുന്നത്? നിങ്ങളെ സൃഷ്ടിച്ചത് ആ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളാണോ? അവർ പറയും അല്ല. നിങ്ങൾക്ക് തിന്നാൻ തരുന്നത്, നിങ്ങൾക്ക് വെള്ളമിറക്കി തരുന്നത്, മഴ പെയ്യിപ്പിക്കുന്നത് അവരാണ് എന്ന് ചോദിച്ചാൽ പല ആളുകളും പറയും അല്ല, അവരല്ല. പിന്നെ എന്തിന് നിങ്ങൾ പോയി എന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങളുടെ പാരമ്പര്യവാദമാണ്, വർഷങ്ങളായി ഞങ്ങളുടെ നാട്ടിൽ നടന്നു വരുന്ന ആചാരമാണ്, ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റിയുടെ സപ്പോർട്ട് കൂടി ഞങ്ങൾ ചെയ്തു വരുന്ന പ്രവർത്തനമാണ്, അതല്ലെങ്കിൽ ഞങ്ങളുടെ വല്ലുപ്പമാർ ഇതെല്ലാം ചെയ്തു വരുന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പല ആളുകളും ഇത്തരത്തിലുള്ള ഉറൂസ് കേന്ദ്രങ്ങളിലേക്ക് പണം കൊടുക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ല, പിന്നെ എന്തിനാണ് അതിനെ അനുകൂലിക്കുന്നത്, പിന്നെ എന്തിനാണ് അവിടെ പൈസ കൊടുക്കുന്നത്, അത് ഞങ്ങളുടെ കാക്കക്കാരന്മാർ മുതൽ ഇത് ചെയ്തു വന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിനും പറയാനുള്ള വാദമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞ അതേ വാദമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും പറയുന്നത്. 14,000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇറാഖിലെ ജനത പറഞ്ഞ അതേ വാദമാണ്, ആ മുശ്രിക്കിന്റെ വാദമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും അവർക്കും പറയാനുള്ള വാദം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ അവരോട് ചോദിച്ചു, ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ അൻതും വആബാഉകുൽ അഖ്ദമൂൻ. നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളും നിങ്ങളുടെ പൂർവിക പിതാക്കന്മാരും എന്തിനെയാണ് ആരാധിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുമായി ശക്തമായ സംസാരത്തിൽ, തർക്കത്തിൽ ഏർപ്പെടുകയാണ്. എങ്ങനെയെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, ഏതെല്ലാം നിലക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ ആ നിലക്കെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പണിയെടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം അവസാനം അവിടെ വെച്ചൊരു പ്രഖ്യാപനം നടത്തി, ഫൈനഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളെല്ലാം എന്റെ ശത്രുക്കളാണ്. ലോകരക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒഴികെ നിങ്ങൾ കൊണ്ടുവന്ന ഈ ആരാധ്യ വസ്തുക്കളെല്ലാം എന്റെ ശത്രുക്കളാണ് എന്ന് അവരുടെ മുന്നിൽ നിന്ന് ധൈര്യസമേതം പ്രഖ്യാപിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്ന് മാത്രമല്ല അല്ലാഹുവിനെ കൃത്യമായി പരിചയപ്പെടുത്തുന്ന ചില വചനങ്ങൾ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ ജനതയുടെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. എന്റെ റബ്ബ്, ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ്, ആ റബ്ബിന്റെ പ്രത്യേകത
വല്ലദീന മിൻ ഖബ്ലികും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ സകല മനുഷ്യരുടെയും ഖാലിഖായ സൃഷ്ടാവായ ഏകനായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ഖുർആനിന്റെ ഒന്നാമത്തെ ആഹ്വാനം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും എന്ന് മാത്രമല്ല ഓരോ വസ്തുവിനും അതിന്റേതായ ഹുദ അതിന്റേതായ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാരോ അവനാണ് എന്റെ റബ്ബ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് നൽകുന്നതായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയാണ് അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ എന്നെ സൃഷ്ടിച്ചവൻ എനിക്ക് വഴി കാണിച്ചു തന്നവൻ അവനാണ് റബ്ബ്. തീർന്നില്ല. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ എനിക്ക് ഭക്ഷണം നൽകുന്നത് എന്നെ ഭക്ഷിപ്പിക്കുന്നത് എന്നെ കുടിപ്പിക്കുന്നത് അവനാണ് എന്റെ റബ്ബ്. ആരാണ് നിങ്ങൾക്ക് തിന്നാൻ തരുന്നത്? ആരാണ് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നത്? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് മേഘത്തിൽ നിന്ന് ഇറക്കി തന്നത് നാമാണോ അതോ നിങ്ങളാണോ എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് അല്ലദീ ജഅലകുമുൽ അർദ ഫുറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ആകാശലോകത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നവനാണ് നിങ്ങളുടെ റബ്ബ്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ആ വെള്ളം മൂലം നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് തരികയും ചെയ്തവനാണ് നിങ്ങളുടെ റബ്ബ്. നിങ്ങൾക്ക് തിന്നാൻ തരുന്നവൻ നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നവൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ എനിക്ക് തിന്നാൻ തരുന്നത് എനിക്ക് കുടിക്കാൻ തരുന്നത് അവനാണ് എന്റെ റബ്ബ്. വീണ്ടും ആ ജനതയുടെ മുന്നിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ ശുഅറായിലെ 26-ാം അധ്യായത്തിന്റെ 78, 79, 80, 81, 82 എന്നീ ആയത്തുകൾ മാത്രം പഠിച്ചാൽ പിന്നെ ഒരു മനുഷ്യനും ഒരു യാത്രയിൽ പോകില്ല. അവൻ ഏത് സംഘടനക്കാരനാണെങ്കിലും ഏത് സംഘടനാ വിരോധിയാണെങ്കിലും വർഷങ്ങളായി തങ്ങളുടെ ഉപ്പൂപ്പമാർ ചെയ്തു വന്ന നടപടിക്രമങ്ങളാണ് എന്ന് വാദിക്കുന്നവനാണെങ്കിലും ഇവിടെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവനെ പരിചയപ്പെടുത്തുന്ന അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഏതാനും ആയത്തുകൾ മനസ്സിലാക്കിയാൽ പിന്നെ ഒരു മുസ്ലിമാനും അല്ലാഹു അല്ലാതെ ഒരു ശക്തിയിലേക്കും തിരിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടുത്തതായി പറഞ്ഞത് വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ തരുന്നവൻ അവനാണ് എന്റെ റബ്ബ്. രോഗം വെക്കുന്നതും രോഗം മാറ്റുന്നതും അല്ലാഹയാണ്. രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന നമ്മെല്ലാവർക്കും അറിയാം. ഒരുപക്ഷേ നമ്മുടെയൊക്കെ വീടുകളിൽ അതിന്റെ സ്റ്റിക്കർ ഉണ്ടാവും. അല്ലാഹുമ്മ റബ്ബൻ നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുവേ ഈ രോഗത്തെ നീ നീക്കി തരണം. നീയാണ് ശാഫി, നീയാണ് ശിഫ നൽകുന്നവൻ. നിന്റെ ശമനമല്ലാതെ വേറൊരു ശമനമില്ല അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ തരുന്നവനാണ് എന്റെ റബ്ബ്. രോഗം വന്നു, ചികിത്സിച്ചില്ല, എങ്ങോട്ട് പോയി? ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുക്കൽ പോയി, ജ്യോത്സ്യന്റെ അടുക്കൽ പോയി. അവർ വന്നു, പൂജ നടത്തി, ഖുർആൻ ഓതി, മന്ത്രിച്ചു, അടിച്ചിറക്കി. എത്ര ജീവനാണ് പൊലിഞ്ഞുപോയത് മുസ്ലിം സമൂഹത്തിൽ. ഹൈന്ദവർക്കിടയിൽ, ക്രൈസ്തവർക്കിടയിൽ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായി. എന്തേ കാരണം? ഇസ്ലാം പഠിപ്പിച്ച ആ മാർഗത്തിൽ നിൽക്കാതെ അത് വിട്ടുകൊണ്ട് ഇസ്ലാമിന് അന്യമായ
അതിലെ കണക്കുകളെല്ലാം കൃത്യമായി ഈ മിമ്പറിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കേരളത്തിലെ മാത്രം എടുത്തു നോക്ക്. സാംസ്കാരിക കേരളം എന്ന് നമ്മൾ പറയും, പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ പറയും, വിദ്യാസമ്പന്നമായ കേരളം എന്ന് നമ്മൾ പറയും. ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, ക്രൈസ്തവർക്കിടയിൽ മാത്രമല്ല, മുസ്ലിങ്ങൾക്കിടയിൽ പോലും മന്ത്രവാദ ചികിത്സയുടെ പേരിൽ ഒരുപാട് മരണങ്ങൾ നമ്മുടെ നാടുകളിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അറിയോ, ഇബ്രാഹിം മില്ലത്തിനെ അവർ പഠിച്ചില്ല. അതാണ് ഞാൻ കഴിഞ്ഞ ഉച്ചയിൽ പറഞ്ഞത്. എല്ലാവരും പറയും ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആൾക്കാരാണ്. ജൂതന്മാരും അത് പറഞ്ഞിരുന്നു, നസാറാക്കളും അത് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നും ആ വാദം പറയുന്ന ആളുകളുടെ വിശ്വാസം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച വിശ്വാസമാണോ എന്ന് തട്ടിച്ചു നോക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവനാണ് എന്റെ റബ്ബ്. തീർന്നില്ല, വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ. എന്നെ മരിപ്പിക്കുന്നവൻ, എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ, അവനാണ് എന്റെ റബ്ബ്. ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ പ്രാർത്ഥനകൾ ആരുടെ മുന്നിലാണ് ഞാൻ നിങ്ങൾ അർപ്പിക്കേണ്ടത്? ഈ ക്വാളിറ്റിയുള്ള, ഈ കഴിവുകളുള്ള ഒരു ശക്തിയുടെ മുന്നിലല്ലാതെ ഞാൻ നിങ്ങൾ നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ പാടില്ല. എന്നെ മരിപ്പിക്കുന്നവൻ, എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. എപ്പോഴാ മരിക്കുക? എവിടെ വെച്ചാ മരിക്കുക? വീട്ടിലാണോ? യാത്രയിലാണോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണോ? രാവിലെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണോ? ഡ്രൈവിംഗിനിടയിലാണോ? നമുക്കറിയില്ല. അതറിയുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ഖുർആനിൽ അല്ലാഹു അവരെ പരിചയപ്പെടുത്തുന്ന സുന്ദരമായ ഒരു വചനമുണ്ട്. ഖുർആനിന്റെ 30-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വചനം. അല്ലാഹുല്ലദീ ഖലഖക്കും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ റസഖക്കും, പിന്നീട് നിങ്ങൾക്ക് റിസ്ഖ് തരുന്നത് അല്ലാഹയാണ്. സുമ്മ യുമീതുക്കും, പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നത് അല്ലാഹയാണ്. സുമ്മ യുഹ്യീക്കും, പിന്നീട് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും അല്ലാഹയാണ്. എന്നിട്ട് അല്ലാഹു ഒരു ചോദ്യം ചോദിച്ചു അവിടെ, ഹൽ മിൻ ശുറകായിക്കും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈഇ. ഇതിൽപ്പെട്ട വല്ലതും ചെയ്യുന്നവർ നിങ്ങൾ പങ്കുചേർക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ? അല്ലാഹുവിനെ വിളിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൃത്യമായി അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുകയും പിന്നീട് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ് എന്റെ റബ്ബ്. ഒന്നുകൂടി പറഞ്ഞു, വല്ലദീ അത്മഉ അയ്യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. പ്രതിഫല നടപടിയുടെ ദിവസത്തിൽ എന്റെ പാപങ്ങൾ ആര് എനിക്ക് പൊറുത്തു തരണമെന്ന് ഞാൻ ആശിക്കുന്നുവോ അവനാണ് എന്റെ റബ്ബ്. പാപം പൊറുക്കുന്നവൻ. ആർക്കാണ് പാപം പൊറുക്കാൻ കഴിയുക? ഏതെങ്കിലും നദിയിൽ പോയി ഒന്ന് മുങ്ങിയാൽ മനുഷ്യന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ആരുടെയെങ്കിലും മുന്നിൽ പോയി കുംഭസാരം നടത്തിയാൽ പാപങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രവാചകനോട്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുഹ്ദി ശൈഖിനോട് ഏറ്റു പറഞ്ഞാൽ എന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അതാണ് മഖൂസ് മൗലൂദിന്റെ വരികളിലൂടെ മുസ്ലിം സഹോദരി സഹോദരന്മാർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുന്ന വരികൾ നമുക്ക് കാണാം. ഇർചഖതു അലൽ ഖത്താ വയറ ഹസ്രി വഅദ ലക അഷ്കു ഫിഹിയ സയ്യിദി ഖൈറുൻ നബി. പാപങ്ങളെല്ലാം റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയി ഏറ്റു പറയുന്ന മുസ്ലിം ഉമ്മത്ത്. ഏത് പാപം ചെയ്തവനാണെങ്കിലും എന്നെ പിടിച്ചോവർ, ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എന്ത് ചെയ്താലും പ്രശ്നമില്ല. ഇന്ന ശൈഖിന്റെ ഏതെങ്കിലും ഒരു ത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് നമ്മുടെ ശൈഖ് അത് ബടാ ബടാ ശൈഖാണെന്ന് പറഞ്ഞ് ശൈഖിന്റെ മഹത്വം പറഞ്ഞ് ശൈഖിന്റെ പോലീഷ പറഞ്ഞ് നടന്നാൽ ആ ശൈഖിന്റെ കെയറോഫിൽ നമുക്ക് രക്ഷപ്പെടാം, നമ്മുടെ എല്ലാ പാപങ്ങളും ശുദ്ധീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തെ നമുക്ക് കാണാം. എന്റെ പാപം ആര് പൊറുത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നുവോ, എന്റെ പാപം പൊറുച്ചു തരാൻ കഴിവുള്ളവനാരോ അവനാണ് എന്റെ റബ്ബ്. ഖുർആൻ ചോദിച്ചില്ലേ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ വേറെ ആരുണ്ടെന്നാ? പാപം പൊറുക്കുന്നവൻ അല്ലാഹയാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു യഗ്ഫിറു, അവൻ പൊറുക്കുന്നവനാണ്. അദ്ദുനൂബ, പാപങ്ങളെ, ജമീഅ, മുഴുവനായി, മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ കഴിവുള്ളവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വതആല. ഇങ്ങനെ വളരെ കൃത്യമായി അല്ലാഹുവിനെ പരിചയപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം.
എന്നിട്ട് അതിനുശേഷം അള്ളാഹുവിനെ കുറിച്ച് പ്രാർത്ഥനകൾ നടത്തുകയാണ്. അതാണ് ഞാൻ ആമുഖമായി ഊതി വെച്ചത്. റബ്ബി ഹബിലി ഹുക്മ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. ഇത്രയൊക്കെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിട്ടും ആ പ്രവാചകന്റെ പ്രാർത്ഥന നോക്ക്. അതാണ് വിനയം എന്ന് പറയുന്നത്. അള്ളാഹുവേ, എനിക്ക് നീ ഹിക്മത്ത് നൽകണേ, തത്വജ്ഞാനം എനിക്ക് നീ പ്രദാനം ചെയ്യണേ, എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം പള്ളിയിൽ വന്നാലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് അതിനെ 4 നോട്ടീസ് വിതരണം ചെയ്ത് 8 പോസ്റ്റർ ഒട്ടിച്ചാൽ നമുക്ക് എല്ലാം തികഞ്ഞ പോലെ ഒരു തോന്നലാണ്. 2 കൊല്ലം നമ്മൾ സെക്രട്ടറി ആയിരുന്നാൽ, പ്രസിഡന്റ് ആയിരുന്നാൽ, കുറച്ചു കാലം നമ്മൾ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു അധ്യാപകനായ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആരോ എന്തോ എവിടെയോ എല്ലാവരും മുകളിൽ എന്ന തോന്നലാണ് നമുക്ക്. ജീവിതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചിട്ടും ഇക്കണ്ട ത്യാഗങ്ങളെല്ലാം അനുഭവിച്ചിട്ടും അല്ലാഹുവോട് ചോദിക്കണം, പടച്ചോനെ, എനിക്ക് നീ വിജ്ഞാനം തരണം, എന്നെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം. സുബ്ഹാനല്ലാഹ്. നമുക്കില്ലാതെ പോയി. കാരണം അറിയോ, നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ട്. അഹങ്കാരമുള്ള ഹൃദയമാണോ അവനിൽ വിനയം ഉണ്ടാവില്ല, ഒരു സംശയമില്ല. വിനയം വേണമെങ്കിൽ അവനിൽ നിന്ന് അഹങ്കാരം നീങ്ങിപ്പോകണം. താഴ്മയോട് അള്ളാന്റെ മുന്നിൽ പ്രാർത്ഥിക്കണം, പടച്ചോനെ, എന്നെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, എനിക്ക് നീ ഹിക്മത്ത് നൽകണേ അല്ലാഹ്, വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരി, പിൽക്കാലങ്ങളിൽ എന്റെ സൽകീർത്തി നീ നിലനിർത്തണേ അല്ലാഹ്. നമ്മൾ മരണപ്പെട്ടാൽ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ എന്തെങ്കിലും അവിടെ ചെയ്തു വെക്കട്ടെ. ഞാൻ മരണപ്പെട്ടാൽ, നിങ്ങൾ മരണപ്പെട്ടാൽ നമ്മളെ കുറിച്ചൊക്കെ നാട്ടുകാർക്ക് പറയാൻ എത്ര തോന്നിയാസങ്ങൾ ഉണ്ടാകും, എത്ര അനാവശ്യങ്ങൾ ഉണ്ടാകും. മോശമായ വാക്കുകൾ, മോശമായ പ്രവൃത്തികൾ, വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവർ, മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും തട്ടിപ്പ് നടത്തിയും കൃത്രിമം കാണിച്ചും അങ്ങനെ സകല തോന്നിയാസങ്ങളിലും ഏർപ്പെട്ട് മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ കൈയും നമ്മുടെ നാവും നമ്മുടെ പെരുമാറ്റവും എല്ലാം ഇടങ്ങേറുണ്ടാക്കി നമ്മളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയും. പിൽക്കാലക്കാരിൽ എന്റെ സൽകീർത്തി നിലനിർത്തണേ അല്ലാഹ്. ലോകാവസാനം വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൽപേര് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമെന്നാണ്. അല്ലാഹു അത് സ്വീകരിച്ചു. അടുത്ത പ്രാർത്ഥന, വജഅലി മിൻ വറസതി ജന്നത്തി നഈം, സുഖാനന്ദത്തിന്റെ സുഖാനുഭൂതിയുടെ ആ അനന്തരമെടുക്കുന്ന സ്വർഗ്ഗത്തിലെ പടച്ചോനെ, എന്നെ നീ അതിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ യാത്രയിൽ 7ാം ആകാശത്തിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ആരെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയായിരുന്നു. ബൈത്തുൽ മഅ്മൂറിലേക്ക് ചാരിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആകാശ ലോകത്തെ കഅബ, ഭൂമി ലോകത്തെ കഅബയുടെ നേർമുകളിലായി ആകാശ ലോകത്ത് സ്ഥിതി ചെയ്യുന്ന കഅബയാണ്. ഡെയിലി 70,000 മലക്കുകൾ വന്ന് അവിടെ ഇബാദത്ത് എടുക്കുകയാണ്. ഇന്ന് വന്ന മലക്കുകൾ പിന്നീട് ഒരിക്കലും വരുന്നില്ല. ഇങ്ങനെ ഓരോ ദിവസവും മാറി 70,000 വീതം മലക്കുകൾ വന്ന് ആരാധന നടത്തുന്ന ആകാശ ലോകത്തെ കഅബയിലേക്ക് ചാരിയിരിക്കുന്ന അവസ്ഥയിലായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സ്വീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി. ഇതാണ് നമ്മുടെ വല്ലുപ്പ, അതാണ് മില്ലത്ത് ഇബ്രാഹിം. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾ പണിയെടുക്കേണ്ടത്. തൊട്ടടുത്ത ആഴ്ചണ്ട്, അതിൽ മാത്രം നിങ്ങൾക്ക് മാതൃകയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ ഒറ്റ വിഷയത്തിലെ നമുക്ക് മാതൃകയില്ലാത്തത്. ആ വിഷയമേത അടുത്തതായി അദ്ദേഹം പറഞ്ഞു, വഗ്ഫിർ ലി അബീ ഇന്നഹു കാന മിനൽ ദ്വാലിൻ. പടച്ചോനെ, എൻ്റെ ബാപ്പാക്ക് നീ പുറത്തു കൊടുക്കണം, അദ്ദേഹം വഴിപിഴച്ചവരിൽ പെട്ടുപോയി. ബാപ്പയ്ക്ക് വേണ്ടി, പിതാവിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പാപമോചനം തേടിയതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. എന്താ കാരണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പാനെ ഉപദേശിച്ചു നോക്കി, വാപ്പ നന്നായില്ല. വാപ്പയോട് ചെയ്ത ഒരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വാപ്പയ്ക്ക് വേണ്ടി പാപമോചനം തേടിയത്. സൂറ മുംതഹിന ഖുർആനിലെ 60-ാമത്തെ അധ്യായമാണ്. സൂറത്തുൽ തൗബ ഖുർആനിലെ 9-ാമത്തെ അധ്യായമാണ്. ഈ 2 അധ്യായത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. വാപ്പ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ വാപ്പയിൽ നിന്ന് അദ്ദേഹം ഒഴിവായി എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വാപ്പയോട് ചെയ്ത ഒരു വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ലാഹുവോട് പാപമോചനം തേടിയത്. മുശ്രിക്കീങ്ങളായ ആളുകൾക്ക്
വേണ്ടി പാപമോചനം തേടാൻ പറ്റൂല. അതിന്റെ ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ. നിങ്ങൾക്ക് മാതൃകയില്ല പാപക്ക് വേണ്ടി പാപമോചനം തേടിയത്. അദ്ദേഹം അറിയാതെ ചെയ്തു പോയ ഒരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്. പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് അറിഞ്ഞപ്പോൾ പിതാവിൽ നിന്ന് ഒഴിവാവുകയും ചെയ്തു. ഇനി ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ആരും എത്തണ്ട. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് പാപമോചനം തേടിക്കോട്ടെ. എൻ്റെ ഉമ്മാക്ക്, എൻ്റെ മാതാവിന് വേണ്ടി ഞാനൊന്ന് പാപമോചനം തേടിക്കോട്ടെ എന്ന് ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തില്ല. പടച്ചോനെ, ഞാൻ എൻ്റെ ഉമ്മാന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്തോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തു. ഷാഫി മദ്ഹബിലെ പ്രസിദ്ധരായ പണ്ഡിതന്മാരടക്കം എന്തിന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം ഈ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടാൻ പാടില്ല, എന്നാൽ മുശ്രിക്കിന്റെ ഖബർ സിയാറത്ത് ചെയ്യാം എന്നതിന്റെ ഉദാഹരണമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യവും അല്ലാഹുവിന്റെ മറുപടിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മാതാപിതാക്കളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയൊരു വിഷയമാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മാതാപിതാക്കളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒരാൾക്കും മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹുവിന്റെ പരലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം സ്വീകരിച്ചാലല്ലാതെ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സുദീർഘമായ ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് തുടക്കത്തിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നാളെ പരലോകത്ത് വാപ്പാനെ കണ്ടുമുട്ടുന്ന വല്ലാത്തൊരു സീനുണ്ട്. യൽഖാ ഇബ്രാഹിം വഅബാഹു ആസറ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവായ ആസറിനെ കണ്ടുമുട്ടുന്നു. വഅലാ വജ്ഹി ആസറ ഖതറത്തുൻ വബറ. ആസറിന്റെ മുഖമാകട്ടെ ആകെ പുകയും പൊടിപടലങ്ങളെല്ലാം പുരണ്ട് വല്ലാതെ വികൃതമായി നിൽക്കുകയാണ്. പരലോകത്ത് വരുമ്പോൾ ഈ മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പാനെ കാണാൻ ആസറിനെ വാപ്പാന്റെ അടുക്കലേക്ക് ചെല്ലും. ഫയഖൂലു ലഹു ഇബ്രാഹിം അലം അഖുൽ ലക ലാ തഅസിനി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കും, ഉപ്പ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ദുനിയാവിൽ വെച്ച് എന്നോട് അനുസരണക്കേട് കാണിക്കരുതെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിച്ചതല്ലേ? ഫയഖൂലു അബൂ, വാപ്പ പറയും, മോനെ ഫൽയൗമ ലാ അസീക, വാപ്പാക്ക് അങ്ങനെ പറ്റിപ്പോയടാ. ഇന്ന് എന്റെ പൊന്നുമോൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ വാപ്പ റെഡിയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് തിരിയും. ഫയഖൂലു ഇബ്രാഹിം, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിനി യൗമ യുബഅസൂൻ. പരലോക വിചാരണയുടെ കോടതിയിൽ എന്നെ നീ അപമാനിക്കില്ല എന്നത് നീ എനിക്ക് നൽകിയ വാഗ്ദാനമാണ്. ഈ നിൽക്കുന്നത് എന്റെ വാപ്പയാണ്. നിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഏറെ അകന്നു പോയ, നരകത്തിൽ പോകാൻ മാത്രം പാപങ്ങൾ ചെയ്ത് ഇവിടെ എത്തിപ്പെട്ട ആളാണ് എന്റെ വാപ്പ. അതുകൊണ്ട് പടച്ചോനെ, ഈ കോടാനുകൂടി മനുഷ്യരുടെ മുന്നിൽ വെച്ച് എന്റെ വാപ്പ നരകത്തിലേക്ക് എറിയപ്പെട്ടാൽ അതിനേക്കാൾ വലിയ അപമാനം മറ്റെന്താണ്? അതുകൊണ്ട് എന്റെ വാപ്പയുടെ കാര്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പക്ക് വേണ്ടി ചോദിക്കണം അല്ലാഹുവിനോട്. فيقول الله تعالى, അല്ലാഹുവിന്റെ മറുപടി, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. നിഷേധികളായ ആളുകൾക്ക് സ്വർഗ്ഗം ഹറാമാണ്. രക്ഷയില്ല ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്സഹായനായി തലയിൽ താഴ്ത്തി നിൽക്കുമ്പോൾ ഫയഖൂലു ഇബ്രാഹിം, യാ ഇബ്രാഹിം, ഒരു വിളിയാളം ഉണ്ടാകും. മാ തഹ്ത റിജ്ലൈക, നിന്റെ കാൽച്ചുവട്ടിലെന്താ? നീ നിന്റെ കാൽക്കീഴിലേക്ക് ഒന്ന് നോക്കണം. ഫയൻദുറു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോൾ ഫഇദാ ഹുവ ബിദീഖിൻ മുൻതഖിൽ, ഒരു കഴുതപ്പുലിയുടെ കോലച്ചിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പിതാവിനെ മാറ്റിയിരിക്കുകയാണ്. രൂപമാറ്റം വരെ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കി നിൽക്കെ തന്നെ ഫയുഖദു ബിഖവാഇമിഹി ഫയുഖാ ഫിന്നാർ, കൈകാലുകൾ പിടിച്ച് കൂട്ടിക്കെട്ടി പിരടിയുമായി ബന്ധിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ, ഇബ്രാഹിം നബിയുടെ മക്കൾ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ, ഇബ്രാഹിം നബിയുടെ ബാപ്പ പോകുന്നത് നരകത്തിലേക്കാണ്. പരലോകത്ത് വെച്ച് ബാപ്പക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചു നോക്കിയിട്ട് പോലും അള്ളാഹുവിന്റെ ഖലീലായ പ്രവാചകന് സ്വന്തം ബാപ്പാനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. 66-ാം അധ്യായം സൂറത്തുൽ തഹ്രീം, അതിന്റെ അവസാന ഭാഗത്ത് വിശുദ്ധ ഖുർആൻ രണ്ട് പ്രവാചകന്റെ ഭാര്യമാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഖറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹി വഇംറഅത ലൂത്ത്. കാഫിരീങ്ങൾക്കുള്ള ഉദാഹരണം. ആർക്ക്? വിശ്വാസികൾക്കല്ല, കാഫിരീങ്ങൾക്കുള്ള ഉദാഹരണം. ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. പ്രവാചകന്മാരുടെ ഭാര്യമാരെ കാഫിരീങ്ങൾക്കുള്ള ഉദാഹരണമായിട്ടാണ് ഖുർആൻ ഓതിച്ചത്.
നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ നൂഹ് നബിയുടെ മകനും ഭാര്യയും നരകത്തിലേക്കാണ് പോകുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലേക്കാണ് പോകുന്നത്. പ്രവാചകന്മാരായിട്ട് പോലും ബാപ്പയെ, മകനെ, ഭാര്യയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതേ അധ്യായത്തിന്റെ തന്നെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, ആസിയ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ നിന്റെ പക്കൽ എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം വേണം. ആസിയ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ആസിയ ബീവിയുടെ ഭർത്താവായ ഫറോവ പോകുന്നത് നരകത്തിലേക്കാണ്. ഭാര്യക്ക് ഭർത്താവിനെയോ, ഭർത്താവിന് ഭാര്യയെയോ, വാപ്പക്ക് മകനെയോ, മകന് വാപ്പയെയോ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു ദിവസമുണ്ട്. അതാണ് പരലോകമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച മില്ലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ജീവിതത്തിൽ മരിക്കുന്നത് വരെ റബ്ബിനോടല്ലാതെ നിങ്ങൾ തേടരുത്, അള്ളാഹുവിന്റെ പേരിലല്ലാതെ നിങ്ങൾ സത്യം ചെയ്യരുത്, അള്ളാഹുവിനല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്, അള്ളാഹുവിന്റെ പേരിലല്ലാതെ നിങ്ങൾ ബലികർമ്മം നടത്തരുത്. ആ റബ്ബിനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക. അവന് പുറമെ ഒരു ജാറത്തിലും പോയി സങ്കടം പറയുന്ന നേർച്ചയാക്കുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് വരും ഖുതുബയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.